ഓക്കെ, ഫോർമുല 1 ഒഫീഷ്യലി സ്റ്റാർട്ട് ആയത് 1950-ലാണ്. അന്ന് തൊട്ട് ഒരു 170 ടീംസോളം ഫോർമുല 1-ൽ പങ്കെടുത്തിട്ടുണ്ട്. സോ ഇതിൽ ലെജൻഡറി ആയിട്ടുള്ള ടീംസും ഉണ്ട്. പിന്നീട് വലിയ ഇൻവെസ്റ്റേഴ്സ് വന്ന് അക്വയർ ചെയ്ത് റീനെയിം ചെയ്ത ടീമുകളും ഉണ്ട്. ഫോർമുല 1 ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ടായിട്ട് 76 ഇയേഴ്സ് ആയി. പക്ഷെ അന്ന് തൊട്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇന്നേ വരെ അതേപോലെ വന്നിരിക്കുന്ന 4 ടീമുകളേ ഉള്ളൂ. സോ ഈ 76 ഇയേഴ്സിനിടയിൽ ടെക്നോളജീസ് മാറി, കാറിൻ്റെ സ്പെക്സ് മാറി, അതുപോലെ റെഗുലേഷൻസ് മാറി, ട്രാക്സ്, സർക്യൂട്ട്സിന്റെ ഡിസൈൻ മാറി, ഓവർലേ മാറി, എന്നിട്ടും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന 4 ടീമുകൾ ആണ് മെക്ലാരൻ, വില്യംസ്, ഫെറാറി, ഹാസ് F1 ടീമും. സോ റീസെന്റ് ഇതേപോലെ ഒരു ടീമിനെ വേറൊരു കമ്പനി ഒന്ന് അക്വയർ ചെയ്ത് കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്തത് കിക്സൗബർ ആണ്. സോ നമുക്കറിയാം കിക്സൗബർ ടീമിനെ ഓഡി F1 ടീമായിട്ട് റീനെയിം ചെയ്തു. സ്റ്റുവാർട്ട് GP ടീമിനെ ജാഗുവർ മേടിച്ച് ജാഗുവർ റേസിംഗ് ആയിട്ട് റീനെയിം ചെയ്തു. പിന്നീട് റെഡ് ബുൾ ജാഗുവറിനെ മേടിച്ചിട്ടാണ് റെഡ് ബുൾ ഫോർമുല 1 ടീമായിട്ട് വീണ്ടും റീനെയിം ചെയ്തത്. ടൈറൽ റേസിംഗ് ടീമിനെ ബ്രിട്ടീഷ് അമേരിക്കൻ എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തു. പിന്നെ ബ്രിട്ടീഷ് അമേരിക്കനെ ഹോണ്ട അക്വയർ ചെയ്തു. അതിന് ഹോണ്ടയെ ബ്രൗൺ GP അക്വയർ ചെയ്തിട്ട് പിന്നെ റീസെന്റ് ആ ബ്രൗൺ GP ആണ് മെഴ്സിഡസ് ഫോർമുല 1 ടീമായിട്ട് മാറി. അതുപോലെ ഇപ്പോഴത്തെ ആൽപൈൻ ഫോർമുല 1 ടീം ഒരു കാലത്ത് ടോൾമാൻ മോട്ടോർ സ്പോർട്ടായിട്ടും ലോട്ടസ് F1 ടീമായിട്ടും റെനോ F1 ടീമായിട്ടും അതുപോലെ തന്നെ ബെനറ്റൺ F1 ടീമായിട്ടും ഒക്കെ അറിയപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, ഫെറാറി പോലുള്ള ലെഗസി ടീമുകൾ ഫോർമുല 1-ൽ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് പ്രൈസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ 2026 സീസണിലേക്ക് നിങ്ങൾ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുന്നതിന് കമൻറ്റ് ചെയ്യണേ.